ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ദിവസം കൂടെ കാണുവാൻ ദൈവം ഇടയാക്കിയതിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഈ ദിവസത്തിലെ നമ്മുടെ വായന ഭാഗം പുറപ്പാട് പുസ്തകം 28ഉം 29ഉം അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി പുസ്തകം 29ആം അധ്യായം 17ആം വാക്യം. ലേയായുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. റിബേക്കയുടെ സഹോദരനായ ലാബാന്റെ മൂത്ത പുത്രിയായിരുന്നു ലേയ. അവൾ ലാബാന്റെ സഹോദരിയായ റിബേക്കയുടെ മകൻ യാക്കോബിന്റെ ഭാര്യയായി തീർന്നു. യാക്കോബിന്റെ അമ്മാവന്റെ മകൾ എന്നതിനാലാണ് കൂടുതൽ പ്രസക്തി. ആ കാലത്ത് സഹോദരന്റെ മകളെയും അമ്മാവന്റെ മകളെയും അർദ്ധ സഹോദരിയെയും വിവാഹം കഴിക്കുക പതിവായിരുന്നു. കുടുംബത്തിന്റെ പൊതു താല്പര്യപ്രകാരമാണ് തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിന്ന് ഒരു ഭാര്യയെ എടുക്കുവാൻ യാക്കോബ് പോകുന്നത്. എന്നാൽ ലാബാൻ തന്ത്രപൂർവം ലേയായെ യാക്കോബിന് ഭാര്യയായി കൊടുക്കുന്നു. ബന്ധങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയമാണല്ലോ. ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നത് സ്നേഹം എന്ന ഇന്ധനത്തിൻ്റെ ജ്വലനത്താലാണ്. എന്നാൽ സ്നേഹമെന്ന ഇന്ധനത്തിനു പകരം സ്വാർത്ഥത നിറയുന്നിടത്ത് ബന്ധങ്ങൾ ബാധ്യതകളായിട്ട് തീരും. ഇവിടെയും ബന്ധങ്ങൾ ബന്ധനങ്ങളാകുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ലേയായുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഒന്നാമതായിട്ട്, മാറ്റി നിർത്തപ്പെടലിന് വിധേയയായ സ്ത്രീ. ലേയായുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. എന്നാൽ തൻ്റെ സഹോദരിയുമായുള്ള താരതമ്യത്തിൽ ലേയയ്ക്ക് ആകർഷണീയത കുറവായിരുന്നു എന്ന് അനുമാനിക്കാം. അവളുടെ ഈ ഒരു പരിമിതി അഥവാ വൈകല്യം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവളെ തളർത്തുന്നതായി നമുക്ക് കാണാം. തൻ്റെ ഭവനത്തിലും കോമളത്വം കൂടുതലുള്ള സഹോദരിക്ക് ലഭിച്ച സ്നേഹവും പരിലാളനകളും ഒരുപക്ഷെ അവൾക്ക് ലഭിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവളിലെ ആത്മവിശ്വാസവും ധൈര്യവുമൊക്കെ ചോർന്നു പോകുന്നതായി ലേയയ്ക്ക് അനുഭവപ്പെട്ടു. ഈ കാരണങ്ങളാൽ തന്നെ 29ആം അധ്യായം 10ആം വാക്യത്തിൽ പറയുന്നത് പോലെ ആടുകളെ മേയ്ക്കുവാൻ സഹോദരി ധൈര്യപൂർവ്വം പുറത്തു പോകുമ്പോഴും ലേയ വീട്ടിൽ തന്നെ ഇരിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാം. അവൾക്ക് വേണ്ട ആത്മവിശ്വാസവും ധൈര്യവും പകരേണ്ടത് മാതാപിതാക്കൾ തന്നെ ആയിരുന്നു. എന്നാൽ ഒരു ബാധ്യതയായി ലാബാൻ അവളെ കരുതി എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം 7 വർഷം ദാസ്യവേല ചെയ്ത യാക്കോബിനെ കൗശലപൂർവ്വം വഞ്ചിച്ച് ഈ മകളെ അയാൾക്ക് കെട്ടിച്ച് കൊടുക്കുന്നു. ഇതിലൂടെ ലേയായുടെ ദുരവസ്ഥ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. എല്ലായിടത്തും മാറ്റി നിർത്തപ്പെടലുകൾക്ക് വിധേയയായ ലേയായെ നമുക്ക് ഇവിടെ കാണാം. അവളിലെ ആ ഒരു കുറവ് അവൾ പാർത്ത 2 ഭവനങ്ങളിലും അവളെ വേട്ടയാടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്, മാറ്റി നിർത്തപ്പെട്ടവരെ കാണുന്ന ഒരു ദൈവം. ലേയ എപ്പോഴും തൻ്റെ ഭർത്താവിനോട് വിശ്വസ്തത കാണിച്ചു. അവൾ തൻ്റെ പിതൃദേശത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് യാക്കോബിനോട് കൂടെ പോകുന്നു. ലേയ സുന്ദരിയായിരുന്നു. എന്നാൽ അവളുടെ സൗന്ദര്യം തൻ്റെ സഹോദരിയുടെ സൗന്ദര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ആ സൗന്ദര്യത്തെ തിരിച്ചറിയുവാൻ ദൈവത്തിനല്ലാതെ അവളുടെ സഹോദരിക്കോ പിതാവിനോ ഭർത്താവിനോ സാധിച്ചില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 29ആം അധ്യായം 31ആം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു എന്ന്. 6 പുത്രന്മാരെയും 1 പുത്രിയെയും ലേയായ്ക്ക് ദൈവം നൽകുന്നുണ്ട്. ലേയയ്ക്ക് ഇസ്രായേൽ ചരിത്രത്തിൽ അതിപ്രധാനമായൊരു സ്ഥാനവും ഉണ്ട്. ലേയായുടെ പുത്രന്മാരായ യഹൂദായിൽ നിന്നുമാണ് യഹൂദ ഗോത്രം ഉണ്ടായത്. ആ ഗോത്രത്തിലാണ് യേശു കർത്താവും ജനിച്ചത്. മാത്രമല്ല, ലേയയുടെ മകനായ ലേവിയുടെ ഗോത്രത്തിൽ നിന്നാണ് പുരോഹിത വർഗം ഉണ്ടായത്. എന്നാൽ രൂത്തിന്റെ പുസ്തകം 4ആം അധ്യായം 11ആം വാക്യത്തിൽ ഇസ്രായേൽ ഗൃഹം കെട്ടുപണി ചെയ്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ലേയായെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ പരം എന്ത് ശ്രേഷ്ഠതയാണ് ലേയായ്ക്ക് ലഭിക്കേണ്ടത്? കുറവുകളോടെ മനുഷ്യർ മാറ്റി നിർത്തപ്പെട്ട ലേയയെ കണ്ട ഒരു ദൈവമുണ്ട്. സൗന്ദര്യം പുറം കാഴ്ചയുടേത് മാത്രമായി ചുരുങ്ങുമ്പോൾ നമ്മുടെ സൗന്ദര്യ ദർശനവും വികലമാക്കും. പ്രിയ കർത്താവേ, ആരുടെയും ബലഹീനത കണ്ട് അവരെ മാറ്റി നിർത്തുന്നവരാകാതെ എല്ലാവരെയും അംഗീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.